ഷഅബാൻ എന്ന് കേൾക്കുമ്പോൾ, അതുപോലെ ബറാഅത്ത് എന്നൊക്കെ കേൾക്കുമ്പോൾ, ബറാഅത്ത് രാവ്, അങ്ങനെ ആ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് 3 യാസീനാണ്. 3 യാസീൻ ഓതുന്ന ആ ഒരു പതിവില്ലാത്ത ഒരു മുസ്ലിമും ഉണ്ടാവില്ല. ഈ 3 യാസീൻ ഓതുമ്പോൾ ഒരു കൂട്ടം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ യാസീൻ ഓതിയ പ്രതിഫലം തന്നെ കിട്ടൂല. നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് യാസീൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ചില ആളുകൾ പറയുന്നുണ്ട്, ഉസ്താദെ ഞങ്ങൾ ചെറുപ്പത്തിൽ മദ്രസയിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ 1-ാം ക്ലാസ്സിലും 2-ലും 3-ലൊക്കെ വെച്ച് ഞങ്ങൾ നിർത്തി പോകുന്നതാണ്. ഞങ്ങളുടെ വീട്ടിലെ സാഹചര്യം അങ്ങനെയായിരുന്നു. ഞങ്ങൾക്ക് യാസീൻ ഓതാൻ അറിയില്ല. ഞങ്ങൾക്ക് യാസീൻ ഓതിയ പ്രതിഫലം കിട്ടാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? ഉണ്ട്. എന്താണത്? നമുക്ക് വീഡിയോയിലൂടെ കേൾക്കാം. മറ്റൊരു സംശയം, ഈ യാസീൻ ഓതുമ്പോൾ അത് മൊബൈലിൽ നോക്കി ഓതാമോ, കാണാതെയാണോ ഓതേണ്ടത്, മുസ്ഹഫ് നോക്കി കണ്ടാണോ ഓതേണ്ടത്? ഖുർആൻ മലയാളത്തിലും എഴുതിയിട്ടുണ്ട്, യാസീൻ വൽ ഖുർആനിൽ, ഇങ്ങനെ മലയാളത്തിൽ വൽ ഖുർആൻ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ആ മലയാളം ഖുർആൻ അത് നോക്കി ഓതാമോ? എന്താണ് അതിൻ്റെ ഉത്തരം? അതുപോലെ മറ്റൊരു സംശയം, ചില ആളുകൾക്കുള്ള സംശയം മാത്രമല്ല അനുഭവം കൂടിയാണ്. മഗ്രിബ് കഴിഞ്ഞ് യാസീൻ ഓതാൻ തുടങ്ങിയാൽ ചിലപ്പോൾ 3-ാമത്തെ യാസീൻ ഓതുമ്പോൾ, യാസീൻ ഓതുന്നതിൻ്റെ ഇടയിൽ വെച്ച് ഇശാ ബാങ്ക് വിളിച്ചാൽ എന്ത് ചെയ്യും? ഇശാ ബാങ്ക് വിളിച്ചതിന് ശേഷം ഓതാമോ, അതോ ഇശാ ബാങ്കിന് മുമ്പ് തന്നെ ഓതി തീർക്കേണ്ടതുണ്ടോ? ഈ സംശയത്തിൻ്റെ മറുപടി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പരിശുദ്ധമായ ബറാഅത്ത് രാവിൽ 3 യാസീൻ നമ്മൾ ഓതാറുണ്ട്. ആ യാസീൻ ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ ആരും മറന്നു പോകരുത്. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ അതിസുന്ദരമായ ബറാഅത്ത് രാവ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ബറാഅത്ത് രാവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് 3 യാസീനിൻ്റെ കാര്യമാണ്. 3 യാസീൻ ഓതുക എന്നുള്ള പതിവ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയാടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു മുസൽമാൻ, അവൻ പണ്ട് മുതലേ കേൾക്കുകയും അത് ഓതുകയും ചെയ്യുന്ന ഒരു പതിവ് നമുക്കെല്ലാവർക്കുമുണ്ട്. ആ ഒരു പതിവിലാണ് അഹ്ലുസുന്ന ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ യാസീൻ, ആ യാസീൻ എപ്പോഴാണ് ഓതേണ്ടത്? പലർക്കും ഒരുപാട് സംശയമാണ്. നമുക്ക് കുറച്ച് സംശയങ്ങൾ തീർക്കലാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഈ വീഡിയോ കൊണ്ട് നമ്മൾ പ്രധാനമായി ഉദ്ദേശിക്കുന്ന കാര്യം. 3 യാസീൻ, ആ യാസീൻ ഓതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആ 3 യാസീനുമായി ബന്ധപ്പെട്ടുള്ള ചില സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ ഒരു ചോദ്യം, ഉസ്താദെ ഈ യാസീൻ 3 യാസീനുകൾ എപ്പോഴാണ് ഓതേണ്ടത്? അസറിന് ശേഷമാണോ, മഗ്രിബിന് ശേഷമാണോ, ഇശാക്ക് ശേഷമാണോ, അതോ നോമ്പ് പിടിച്ചുകൊണ്ടുള്ള സമയത്താണോ, നോമ്പുകാരനായിരിക്കുകയാണോ? ഈ 4-ൽ ഏത് സമയത്താണ് ഓതേണ്ടത്? മഹാന്മാരായ ഉലമാക്കൾ ഇതിൽ 2 കാര്യമാണ് പറയുന്നത്. ഇശാക്ക് ശേഷം ഓതുക അല്ലെങ്കിൽ നോമ്പുകാരനായിട്ട് ഓതുക, അതല്ല വേണ്ടത്. ഒന്നുകിൽ അസർ നമസ്കാരത്തിന് ശേഷം ഓതുക, അസർ മഗ്രിബ് അതിൻ്റെ ഇടയിൽ ഓതാം, അല്ലെങ്കിലോ മഗ്രിബിന് ശേഷം, ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ഓതലാണ് ഏറ്റവും അഫ്ളൽ. ഇനി മഗ്രിബിന് ശേഷം ഓതൽ അസാധ്യമാണ്, എന്തെങ്കിലും ഭയങ്കര തിരക്കുണ്ട്, എന്തെങ്കിലും ഒരു ഒഴിവാക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ട്, അങ്ങനെ ഒരു സാഹചര്യമാണ് എങ്കിൽ നമുക്ക് അസറിന് ശേഷം ഓതാം. ഇനി അസറിന് ശേഷം ഓതാനുള്ള സാഹചര്യമില്ല എങ്കിൽ കുഴപ്പമില്ല, നമുക്ക് മഗ്രിബിന് ശേഷം ഓതാം. അതാണ് ഏറ്റവും ഖൈറായ ഒരു ടൈം. പല പള്ളികളിലും പല വ്യത്യാസമുണ്ടാകും. ചില പള്ളികളിൽ അസറിന് ശേഷം ഓതാറുണ്ട്, ചില സ്ഥലത്ത് മഗ്രിബിന് ശേഷം ഓതാറുണ്ട്, ചില സ്ഥലങ്ങളിൽ 3 യാസീൻ മൊത്തത്തിൽ ഓതാറുണ്ട്, ചില പള്ളികളിൽ 1 യാസീൻ എല്ലാവരും കൂടെ ഓതിയിട്ട് ബാക്കി 2 യാസീൻ ഒറ്റക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പോയോ ഓതാമെന്ന് പറയാറുണ്ട്. അങ്ങനെ പല രൂപത്തിലുണ്ട്. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. 3 യാസീനുകൾ വലിയ വ്യത്യാസമില്ലാത്ത ടൈമിൽ തന്നെ നമ്മൾ ഓതി തീർക്കേണ്ടതാണ്. അതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. അതായത് 1 യാസീൻ ഓതി, അത് യാസീൻ ഓതി കഴിഞ്ഞിട്ട് ചെറിയ ദുആ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ദുന്യവിയായ സംസാരത്തിലേക്ക് പോവാതെ അടുത്ത യാസീൻ നമ്മൾ തുടങ്ങേണ്ടതാണ്. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത യാസീൻ. 3 യാസീനും ആ ഒരു ഫ്ലോയിൽ തന്നെ ഓതലാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. നിഹായത്തുൽ അമൽ എന്ന് പറയുന്ന കിതാബിൽ നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കും, ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ഓതലാണ്
അതും തുടരെ തുടരെ ഓതലാണ് അന്യ സംസാരങ്ങൾ ഇടയിൽ കടന്നു വരാതെ കലർന്നു വരാതെ സൂക്ഷിക്കൽ പ്രത്യേകം നല്ലതാണ് എന്ന് മഹാന്മാർ എഴുതി വെക്കുന്നുണ്ട്. പിന്നെ അസ്ര നമസ്കാരത്തിന് ശേഷം ഓതാം, അതും കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും അഫ്ളലായിട്ടുള്ള സമയം ഏതാണ്? മഗ്രിബ് നമസ്കാരത്തിന് ശേഷമാണ്. പിന്നെ ഏതൊക്കെ നിയ്യത്താണ് ഈ യാസീൻ ഓതുമ്പോൾ കരുതേണ്ടത്? ഒന്നാമത്തെ നിയ്യത്ത് നമുക്കറിയാവുന്നതാണ്. ഒന്നാമത്തേത് ആഫിയത്തുള്ള ദീർഘായുസ്. വെറുതെ ദീർഘായുസ് അല്ല. ഒരുപാട് പേര് ദ്വാരക്കുമ്പോൾ അങ്ങനെ അള്ളാഹു എനിക്ക് ദീർഘായുസ് നൽകണേ, എനിക്ക് ദീർഘായുസ്, അങ്ങനെയല്ല. ആഫിയത്തുള്ള ദീർഘായുസ്. എത്രയോ ആളുകളാണ് കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം ചെയ്ത് കാലാകാലം ഇങ്ങനെ കിടക്കും, എത്രയോ വർഷങ്ങൾ കിടക്കുന്നു. അവർക്കും ദീർഘായുസ്സുണ്ട്, പക്ഷേ ആഫിയത്തില്ല, ആരോഗ്യമില്ല. അപ്പോൾ നമ്മൾ എപ്പോൾ ദ്വാരെന്നാലും അള്ളാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ്. അപ്പോൾ ഒന്നാമത്തെ യാസീൻ എന്തിനു വേണ്ടിയാണ്? ആഫിയത്തുള്ള ദീർഘായുസ്. എനിക്ക് മാത്രമല്ല, നമുക്ക് മാത്രമല്ല, നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ഭാര്യ സന്താനങ്ങൾക്കും നമ്മളെ ഇഷ്ടപ്പെടുന്നവർ എല്ലാവർക്കും എന്തുണ്ടാവണം? ആഫിയത്തുള്ള ദീർഘായുസ് ഉണ്ടാവണം. രോഗങ്ങൾ വരാതെ, അപകടങ്ങൾ വരാതെ കാക്കണം. അതാണ് ഒരു നിയ്യത്ത്. രണ്ടാമത്തെ നിയ്യത്ത് റിസ്ക് വിശാലമാവണം. ഈ റിസ്ക് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഭക്ഷണം മാത്രമല്ല, നമ്മുടെ വെള്ളം, അതുപോലെ നമ്മുടെ താമസം, നമ്മുടെ വീട്, നമ്മുടെ വസ്ത്രം, ഇതൊക്കെ എന്താണ്? റിസ്ക്കിൽ പെടും. റിസ്ക് വിശാലമാവണം. നമ്മുടെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലെ എല്ലാവരുടെയും റിസ്ക് വിശാലമാവണം. ആ ഒരു നിയ്യത്തിൽ നമുക്കൊരു യാസീൻ ഓതണം. അതുപോലെ മൂന്നാമത്തെ യാസീൻ നല്ല ആഖിബത്ത്, ഹുസ്നുൽ ആഖിബത്ത് അല്ലെങ്കിൽ ഹുസ്നുൽ ഖാത്തിമ, നല്ല അന്ത്യം. മരിക്കുന്ന സമയത്ത്, എപ്പോഴാണെങ്കിലും മരിക്കുന്ന സമയത്ത് നല്ല മരണം കിട്ടണം. ആ ഒരു നിയ്യത്തിലാണ് നമ്മൾ മൂന്നാമത്തെ യാസീൻ ഓതേണ്ടത്. ഈ മൂന്നാമത്തെ യാസീൻ ഓതുമ്പോൾ ഒരു നിയ്യത്ത് കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഏത്? അള്ളാഹുവെ മരണപ്പെട്ടുപോയ, എന്നിൽ നിന്നും മരണപ്പെട്ടുപോയ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ വാപ്പ, ഉമ്മ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികൾ, അവർക്കും കൂടി ഓതുന്നു എന്ന ആ ഒരു നിയ്യത്ത് കൂടി നമുക്ക് വെച്ച് ഈ യാസീൻ ഓതാം. അപ്പോൾ 3 യാസീനാണ് നമ്മൾ ഓതേണ്ടത്. ചില ആളുകൾക്കൊരു സംശയമുണ്ട്, ഉസ്താദെ ഞങ്ങൾ ചെറുപ്പത്തിൽ മദ്രസയിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ 1-ാം ക്ലാസ്സിലും 2-ലും 3-ലൊക്കെ വെച്ച് ഞങ്ങൾ നിർത്തി പോകുന്നതാണ്. ഞങ്ങളുടെ വീട്ടിലെ സാഹചര്യം അങ്ങനെയായിരുന്നു. ഞങ്ങൾക്ക് യാസീൻ ഓതാൻ അറിയില്ല. ഞങ്ങൾക്ക് യാസീൻ ഓതിയ പ്രതിഫലം കിട്ടാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവർക്ക് മഹാന്മാർ പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങൾ സാമിഅ ആവുക. സാമിഅ എന്ന് പറഞ്ഞാൽ കേൾവിക്കാരൻ, കേൾക്കുന്നവനാവുക. ഖുർആൻ ഓതുന്നത് കേട്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ പള്ളിയിലൊക്കെ ആണെങ്കിൽ ഉസ്താദുമാർ ഉറക്കെയാണല്ലോ ഓതുന്നത്. ആ കേൾക്കുക, ആ ഉറക്കെ ഓതുന്നത് കേൾക്കുക. ഓതുന്നത് കേട്ടാൽ അല്ലെങ്കിൽ ഖുർആൻ എടുത്ത് വെച്ച് ഇങ്ങനെ വെറുതെ നോക്കിയാൽ തന്നെ പ്രതിഫലമാണ്. മാത്രമല്ല, അങ്ങനെ ഓതാൻ അറിയില്ലാത്തവർക്ക് ഒരുപാട് സ്വലാത്തുകൾ പറയാമല്ലോ. സ്വലാത്ത് അറിയാതിരിക്കില്ലല്ലോ. ഒരുപാട് സ്വലാത്തുകൾ പറയുക. അതിനുശേഷം ദ്വാരക്ക് അള്ളാഹുവേ എൻ്റെ ആയുസ് നീ ദീർഘിപ്പിച്ച് നൽകണേ. വീണ്ടും കുറച്ച് ദിക്റും സ്വലാത്തും ഒക്കെ ചൊല്ലുക. അള്ളാഹുവേ എൻ്റെ റിസ്ക് വിശാലമാക്കണേ. പിന്നെയും കുറച്ച് ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് അള്ളാഹുവേ എൻ്റെ ആഖിബത്ത്, മരണം നീ നന്നാക്കണേ. അങ്ങനെ ദ്വാരക്കാം. യാസീൻ ഓതാൻ അറിയില്ല എങ്കിൽ ഒന്നെങ്കിൽ യാസീൻ ഓതുന്നത് കേൾക്കുക, അല്ലെങ്കിൽ വെറുതെ ഖുർആൻ എടുത്തു വെച്ച് ആ യാസീനൊക്കെ ഒന്ന് നോക്കുക. അതൊക്കെ വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. പിന്നെ മറ്റൊരു സംശയം, ഉസ്താദെ കാണാതെയാണോ ഓതേണ്ടത്, കണ്ടാണോ ഓതേണ്ടത്? ഏറ്റവും നല്ലത് കണ്ട് തന്നെയാണ്. അതും മൊബൈലിൽ നോക്കിയല്ല, പരിശുദ്ധമായ ഖുർആൻ കയ്യിൽ പിടിച്ചിട്ട്, മുസഹഫ് കയ്യിൽ പിടിച്ചിട്ട് നോക്കി ഓതലാണ്. 3 യാസീനും നോക്കി ഓതലാണ് ഏറ്റവും അഫ്ളൽ. കാണാതെ അറിയാവുന്നവർക്ക് അങ്ങനെ ഓതാം, എന്നാലും നോക്കി ഓതൽ ഇന്ന് ഒരു ഔട്ട് ഓഫ് ഫാഷനായി മാറി. അതായത് യാസീൻ നോക്കി ഓതുക എന്ന് പറഞ്ഞാൽ കാണാതെ അറിയില്ലാത്തത് കൊണ്ടാണ് എന്നൊരു തെറ്റിദ്ധാരണ വന്നിരിക്കുകയാണ്. അല്ല, നമുക്ക് കാണാതെ അറിയാമെങ്കിലും കണ്ടോതുക എന്നുള്ളത് ഭയങ്കരമായ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. പിന്നെ മറ്റൊരു ചോദ്യം, ഉസ്താദെ ഈ ചില ഖുർആനുണ്ട്, ഖുർആൻ പരിഭാഷ, അതിലെന്തുണ്ട്? ഖുർആൻ അറബിയിൽ എഴുതിയിട്ടുണ്ട്, അതുപോലെ അതിൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഖുർആൻ മലയാളത്തിലും എഴുതിയിട്ടുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാസീൻ വൽ ഖുർആൻ, ഇങ്ങനെ മലയാളത്തിൽ വൽ ഖുർആൻ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ആ മലയാളം ഖുർആൻ അത് നോക്കി ഓതാമോ? അത് നോക്കി ഓതാൻ പാടില്ല. ഖുർആൻ മലയാളത്തിൽ എഴുതാൻ പാടില്ല. ഖുർആൻ മലയാളത്തിൽ എഴുതാൻ, അറബി അല്ലാത്ത ഭാഷയിൽ ഖുർആൻ എഴുതാൻ പാടില്ല എന്നത് ഭയങ്കരമായ തെറ്റാണ്. ഖുർആനിനോട് കാണിക്കുന്ന വലിയ അദബ് കേടാണ്. പിന്നെ ആണെന്ന് ചോദിക്കട്ടെ, ഗൈറിൽ മഗ്ലൂബി അലൈഹിം എന്ന് എങ്ങനെ നമ്മൾ മലയാളത്തിൽ എഴുതും? ഈ ഖാ എന്ന അക്ഷരം എങ്ങനെയാണ് മലയാളത്തിൽ എഴുതുക? അല്ലെങ്കിൽ ളാദ് എന്ന അക്ഷരം എങ്ങനെയാണ് മലയാളത്തിൽ എഴുതുക? നമ്മൾ ള ഇട്ടിട്ട് പിന്നെ ഒരു എന്താ പറയുക
വള്ളിക്കെട്ട് പോലെയൊക്കെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഒരു ഒപ്പിക്കലാകും. ഖുർആൻ അങ്ങനെ ഒപ്പിച്ചെഴുതേണ്ട കിതാബല്ല. അതുകൊണ്ട് അറബി അറിയില്ലാത്തവർ അത് ഓതുന്നത് കേട്ടാൽ തന്നെ വലിയ പ്രതിഫലമാണ്. അപ്പോൾ യാസീൻ ഓതാൻ അറിയില്ലാത്തവർ മലയാളം ഖുർആൻ നോക്കിയൊന്നും ഓതാൻ നിൽക്കണ്ട, നിങ്ങൾ ഓതുന്നത് കേൾക്കുക, പരമാവധി ഓതുന്നത് കേൾക്കുക. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ മറ്റൊരു ചോദ്യം, അത് പ്രിയപ്പെട്ട ഉമ്മമാരാണ് ചോദിക്കുന്നത്. സഹോദരിമാർ, ഉസ്താദേ ഞങ്ങൾക്ക് നിസ്കാരമില്ല, ഞങ്ങൾക്ക് യാസീൻ ഓതാൻ പറ്റില്ല, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതായത് മെൻസസ് പീരീഡാണ്, അല്ലെങ്കിൽ പ്രസവിച്ച് കിടക്കുകയാണ്, ഞങ്ങൾക്ക് അത് ഓതാൻ പറ്റാത്ത സാഹചര്യമാണ്, അല്ലെങ്കിൽ രോഗിയാണ്, ഞങ്ങൾക്ക് ഓതാൻ പറ്റാത്ത സാഹചര്യമാണ്, അങ്ങനെ പല അവസ്ഥകളിലുമുള്ള ആളുകൾ ഉണ്ടാകുമല്ലോ. അങ്ങനെയുള്ളവരെന്ത് ചെയ്യുക? ഓതുന്നത് പരമാവധി കേൾക്കുക. അത് മൊബൈലിലൂടെ കേട്ടാലും മതി, അല്ലെങ്കിൽ നേരിട്ട് നമ്മുടെ മക്കളോ നമ്മുടെ പേരക്കുട്ടികളോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് അവർ ഉറക്കെ ഓതാൻ പറയുക, അവർ ഓതുന്നത് നമ്മൾ കേൾക്കുക. അങ്ങനെ ഓതുന്നത് കേട്ടാൽ പ്രതിഫലമാണ്. പിന്നെ നമുക്ക് ഒരുപാട് സ്വലാത്തുകൾ ചെല്ലാമല്ലോ. ഇത് സ്വലാത്തിൻ്റെ മാസമല്ലേ? സ്വലാത്തുകൾ പറയാം, ഒരുപാട് ദിക്റുകൾ പറയാം. അതൊക്കെ ഒരുപാട് അധികരിപ്പിച്ചിട്ട് നമ്മൾ ദുആ ഇറക്കുക. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കും. നിങ്ങൾ യാസീൻ ഓതിയ പ്രതിഫലം അള്ളാഹു നൽകും. കാരണം ആ ഒരു നല്ല നീയത്ത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായാൽ മതി. മറ്റൊരു ചോദ്യം, ഉസ്താദേ ഈ യാസീൻ ഓതുമ്പോൾ എങ്ങനെയാണ് ഓതേണ്ടത്? ചില ആളുകൾ ഓതുന്നത് യാസീൻ ഒരു ഓത്താണ് അങ്ങനെ. പിന്നെ രണ്ടാമത്തെ രൂപം യാസിൻ. മൂന്നാമത്തെ രൂപം യസിൻ. ഇത് മൂന്നും തെറ്റാണ്. ഭൂരിഭാഗം ആളുകളും ഓതുന്നത് യാസീൻ എന്നാണ്. അത് പൊട്ടത്തെറ്റാണ്. അങ്ങനെയല്ല ഓതേണ്ടത്. യാഇന് കൂടുതൽ നീട്ട് ഇല്ല, സീനിനാണ് അവിടെ നീട്ട് വരുന്നത്. യാസീൻ അങ്ങനെയാണ് ഓതേണ്ടത്. യാസീൻ എന്നല്ല. അതുപോലെ തന്നെ യാസീൻ രണ്ടിനും നീട്ടില്ല, അങ്ങനെയുമല്ല ഓതേണ്ടത്. യാഇന് നീട്ട് ഇല്ല, അതല്ലാതെ സീനിനാണ് നമ്മൾ നീട്ടേണ്ടത്. 6 ഹർക്കത്ത് വരെ നീട്ടണമെന്നാണ്. യാസീൻ വൽ ഖുർആനിൽ ഹകീം അങ്ങനെയാണ് ഓതേണ്ടത്. അപ്പോൾ തുടക്കം തന്നെ നമ്മൾ യാസീൻ ഓതുമ്പോൾ തന്നെ തെറ്റിച്ചാൽ പിന്നെ അള്ളാഹ് എങ്ങനെ നമ്മുടെ യാസീൻ സ്വീകരിക്കും? അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊക്കെ പരിശുദ്ധമായ ഖുർആൻ തന്നെ നോക്കി പരമാവധി ഹറക്കത്തുകളും അതുപോലെ തന്നെ തജ്വീദൊക്കെ അനുസരിച്ച് ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഓതുന്നത് കേൾക്കുക. ഇനി നമുക്ക് മൊബൈലിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളുടെ ഖിറാഅത്തൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് മൊബൈലിൽ അത് വെച്ച് അവർ ഓതുന്നത് കേട്ടുകൊണ്ട് നമുക്ക് ഖുർആനിൽ നോക്കിയാൽ തന്നെ ഓതേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാകും. ചില ആളുകൾക്കുള്ളൊരു സംശയം മാത്രമല്ല, അത് അനുഭവമാണ്. അതായത് നമ്മൾ മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം പള്ളിയിൽ എല്ലാവരും കൂടി, ഉസ്താദുമാരും അതുപോലെ പള്ളിയിൽ വരുന്ന എല്ലാവരും കൂടിയിട്ടൊരു യാസീൻ ഓത്തുണ്ടാകും. അങ്ങനെ യാസീൻ ഓതിയിട്ട് ഒരു ദുആ ഉണ്ടാകും. ദുആ കഴിഞ്ഞ് പിന്നെ 2 യാസീൻ ബാക്കിയുണ്ട് ഓതാൻ. അത് ചിലപ്പോൾ ഉസ്താദ് പറയും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഓതാം, അല്ലെങ്കിൽ വീട്ടിൽ പോയി നിങ്ങളുടെ ഭാര്യമാരും മക്കളോടൊപ്പം ഓതാം. അപ്പോൾ ചില ഉപ്പമാരെന്ത് ചെയ്യും, ചില സഹോദരന്മാർ വീട്ടിലേക്ക് പോകും. എല്ലാവരും കൂടി ഓതാമല്ലോ എന്ന് വിചാരിച്ച് വീട്ടിലേക്ക് പോകും. വീട്ടിലേക്ക് ചെന്ന് ചിലപ്പോൾ ഒരു യാസീൻ ഓതാനുള്ള ഒരു ടൈം കിട്ടും. 2ാമത്തെ യാസീൻ തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ പകുതി വെച്ചോ ഇശാ ബാങ്ക് വിളിക്കും. ഇശാ ബാങ്ക് വിളിക്കുമ്പോൾ പിന്നെ ഇശാക്ക് ശേഷം, ആ ബാങ്ക് വിളിച്ചതിന് ശേഷം യാസീൻ ഓതിയ കൂലി കിട്ടുമോ? അങ്ങനെ ഒരു സംശയമുണ്ട്. നമുക്ക് ഓതാവുന്നതാണ്. പരമാവധി പള്ളിയിൽ വെച്ച് തന്നെ ആ 2 യാസീനും ഓതാൻ പറ്റുന്നവർ ഓതുക. വീട്ടിലുള്ളവർ വീട്ടിൽ വെച്ച് ഓതട്ടെ. പള്ളിയിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ നമുക്ക് പള്ളിയിൽ തന്നെ ഓതി തീർക്കാവുന്നതാണ്. ഇനി പള്ളിയിലല്ല, വീട്ടിലേക്ക് നമ്മൾ പോയിട്ടാണ് ഓതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ദുന്യവിയായ സംസാരങ്ങൾ പരമാവധി ഒഴിവാക്കുകയും വീട്ടിൽ ചെന്നിട്ട് ഉടൻ തന്നെ ഒരു യാസീൻ ഓതി 2ാമത്തെ യാസീൻ ഓതുന്ന സമയത്തിന് അഥവാ സപ്പോസ് ബാങ്ക് വിളിച്ചാൽ തന്നെ എന്ത് ചെയ്യുക, ബാങ്ക് വിളിച്ചതിന് ശേഷം ആ യാസീൻ നമുക്ക് പൂർത്തിയാക്കാവുന്നതാണ്. കുഴപ്പമില്ല, പൂർത്തിയാക്കാവുന്നതാണ്. ഇനി ചിലപ്പോൾ അത് പൂർത്തിയാക്കിക്കൊണ്ടിരുന്നാൽ ഇശായിൻ്റെ ജമാഅത്ത് കഴിഞ്ഞു പോകും. അങ്ങനെയുള്ള സാഹചര്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ യാസീൻ എവിടെയാണോ ഓതി വെച്ചത് അവിടെ നിർത്തി ഇശായിൻ്റെ ജമാഅത്ത് കഴിഞ്ഞു വന്ന് മറ്റ് സംസാരങ്ങളൊന്നുമില്ലാതെ നമുക്ക് ആ യാസീൻ ബാക്കി പൂർത്തിയാക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും നല്ലത്, ഇതൊക്കെ വലിയ പാടല്ലേ, അങ്ങനെ ഒരു അവസരം നമുക്ക് വരുത്താതെ പള്ളിയിൽ വെച്ച് തന്നെ, പുരുഷന്മാർ പള്ളിയിൽ വെച്ച് തന്നെ ആ 3 യാസീനും അങ്ങോട്ട് ഓതി കഴിഞ്ഞാൽ ആ ഒരു ഇബാദത്തിൻ്റെ പുണ്യം നമുക്ക് കിട്ടുകയും ആ ഒരു ടെൻഷൻ നമ്മളിൽ നിന്ന് മാറുകയും ചെയ്യും. അപ്പോൾ ഇനി ഇങ്ങനെ 3 യാസീൻ മഗ്‌രിബിൻ്റെ ഇടയിൽ ഓതി തീർക്കാൻ പറ്റൂല എന്നുള്ള ഒരു സാഹചര്യമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് അസ്ർ കഴിഞ്ഞ് ഓതാം,
അസർ കഴിഞ്ഞ് ഓതലും തെറ്റൊന്നുമല്ല. അസർ കഴിഞ്ഞ് ഓതാൻ നമുക്ക് അനുവാദമുണ്ട്, അസർ കഴിഞ്ഞ് ഓതിയാലും മതി. പക്ഷേ ഏറ്റവും അഫ്ളലായ സമയമാണ് മഗ്രിബ് കഴിഞ്ഞ്. ഇനി മഗ്രിബ് കഴിഞ്ഞ് ഓതിയിട്ട് തീർന്നില്ല എങ്കിൽ ഇശാ കഴിഞ്ഞും നമുക്ക് ഓതാവുന്നതാണ്. എങ്ങനെയെങ്കിലും ഈ യാസീൻ ഒന്ന് തീർന്നെങ്കിൽ അങ്ങനെ വിചാരിച്ച് യാസീൻ ഓതരുത്. സൂപ്പർ ഫാസ്റ്റ് പോലെ യാസീൻ ഓതുന്ന ആളുകളുണ്ട്, ചില ആളുകൾ. യാസീൻ വൽ ഖുർആനിൽ ഹക്കീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തി, ഒറ്റ ശ്വാസത്തിൽ ഒരൊറ്റ മുബീനൊക്കെ ഓതുന്ന ആളുകളുണ്ടായേക്കാം. അങ്ങനെയൊന്നും ഓതണ്ട. നമുക്ക് ആരെയും ബോധിപ്പിക്കാനല്ലല്ലോ, ഇത് അള്ളാഹ്ക്ക് വേണ്ടി നമ്മുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഓതുകയല്ലേ. അതുകൊണ്ട് നിർത്തി തജ്വീദ് അനുസരിച്ച്, അറിയാവുന്ന തജ്വീദൊക്കെ അനുസരിച്ച് നല്ലതുപോലെ റാഹത്തായിട്ട് ഓതിക്കഴിയുമ്പോൾ ഒരു റാഹത്തുണ്ടാവണം. ഓതിക്കഴിഞ്ഞ് പിന്നെ ഒരു വസ്വാസം ഉണ്ടാവരുത്. ഓതിക്കഴിഞ്ഞൊരു റാഹത്തും ഒരു സന്തോഷമൊക്കെ ഉണ്ടാവണം, എല്ലാം ദുആയൊക്കെ ചെയ്ത് കഴിഞ്ഞ്. അപ്പോൾ തിക്കിത്തിരക്കി അല്ലെങ്കിൽ ഒപ്പിച്ചൊന്നുമല്ല ഓതേണ്ടത്. നല്ല മനസ്സോടുകൂടി ഇരുന്നിട്ട് വേണം ഈ 3 യാസീൻ ഓതാൻ. യാസീൻ ഓതിയാൽ ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്. യാസീൻ ഓതുമ്പോൾ തന്നെ ഒരുപാട് കൂലികളുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് മറ്റൊരവസരത്തിൽ പറയാം. അതോടൊപ്പം തന്നെ എല്ലാത്തിനു ശേഷം ഈ 3 യാസീനും ഓതിക്കഴിഞ്ഞിട്ട് എല്ലാവരും സ്വന്തമായി ദുആരക്കണം. ഒരുപാട് ആവശ്യങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ ദുന്യവിയും ഉഖ്റവിയും, നമ്മുടെ കുടുംബപരവും, നമ്മുടെ കച്ചവടം, നമ്മുടെ ബിസിനസ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഓരോരുത്തർക്കും വ്യത്യസ്തമായ മുറാദുകളാണ്, വ്യത്യസ്തമായ അവസ്ഥകളാണ്. എല്ലാ കാര്യവും സന്തോഷത്തിലും റാഹത്തിലുമാവാൻ എല്ലാവരും സ്വന്തമായി ദുആരക്കാനും മറന്നു പോകരുത്. ഈ യാസീൻ ഓതുക മാത്രമല്ല, ഈ യാസീൻ എന്തിനൊക്കെ ഓതുന്നോ ആ കാര്യങ്ങളൊക്കെ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഖൈറായിട്ട് തരണേ എന്ന് നമ്മൾ ദുആ ചെയ്യുമ്പോഴാണ് ആ ഒരു അമൽ പരിപൂർണമാകുന്നത്. അങ്ങനെയാണ്. യാസീൻ ഓതി ദുആ എന്ന് ചെയ്യാതെ പോവലല്ല. യാസീൻ ഓതിയിട്ട് അല്ലാഹുവേ ഈ 3 യാസീൻ ഞാൻ എന്തിനൊക്കെയാണ് ഓതിയത് അത് മുഴുവനും എനിക്ക് നീ നൽകണേ എന്ന നല്ലൊരു ദുആയും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. 3 യാസീൻ ഓതൽ ഭയങ്കര ശ്രേഷ്ഠതയാണ്. ആ ശ്രേഷ്ഠത എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മനസ്സിലാക്കിയ ശ്രേഷ്ഠതകൾ പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിൽ കിട്ടണം. അതിന് എന്ത് ചെയ്യണം? നല്ല ഇഖ്ലാസോടെ തഖ്വയോടുകൂടി ഈ പറയപ്പെട്ട 3 യാസീനും നമ്മൾ പൂർണ്ണമായും പാരായണം ചെയ്യണം. അതിൻ്റെ അദബുകൾ പാലിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് യാസീൻ ഓതാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ദുആവസിയത്ത് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റ് രേഖപ്പെടുത്തുന്നവർ, അല്ലാതെ ഫോണിലൂടെ വിളിച്ചു പറയുന്നവർ, നേരിട്ട് കണ്ടു പറയുന്നവർ. അള്ളാഹു എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് ഹാസിലാക്കുമാറാവട്ടെ. നമ്മുടെയും നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, നമ്മുടെ ഭർത്താക്കന്മാർ എല്ലാവരുടെയും മാനസികവും ശാരീരികവുമായ രഹസ്യവും പരസ്യവുമായ മുഴുവൻ രോഗങ്ങൾക്കും അള്ളാഹു ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മക്കളുടെ പരീക്ഷകളെല്ലാം അള്ളാഹു വിജയത്തിലും ഉന്നതമായ നല്ല റിസൾട്ട് കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ കുടുംബജീവിതത്തിൽ ബറക്കത്ത് നൽകട്ടെ. നമ്മൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ എല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ആരെല്ലാം എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റട്ടെ. എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ശിഫ നൽകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.